ഹായ് ഓൾ. അപ്പോൾ ഇന്ന് ഒരു ഗംഭീര സിനിമ കണ്ടിട്ടുള്ള വരവാണ്. കുഞ്ചാക്കോ ബോബൻ നായകനായ ഓഫീസർ ഓൺ ഡ്യൂട്ടി. എന്താ പറയുക, എന്താ മേക്കിങ്, എന്താ ഒരു സ്റ്റൈല്, സ്വാഗ് എല്ലാം അടക്കം ഒരു ഗംഭീര ഒരു ത്രില്ലർ കണ്ടിറങ്ങിയിരിക്കുകയാണ്. ഈ വർഷം ഇറങ്ങിയ ത്രില്ലറുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം, ഈ വർഷം അങ്ങനെ അധികം ത്രില്ലർ ഇറങ്ങിയിട്ടില്ലല്ലോ, ആകെ ഒരു ത്രില്ലർ ഇറങ്ങിയത് രേഖാചിത്രമായിരുന്നു. ഇപ്പോൾ അത് മാറി, ഇപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി സീറ്റഡ് ത്രില്ലർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. കുഞ്ചാക്കോവിന്റെ ഇൻട്രോ മുതൽ ആദ്യം തന്നെ ആ ഒരു ഫസ്റ്റ് ഷോട്ടിൽ തന്നെ അത് എങ്ങനത്തെ ഒരു പോലീസുകാരനാണ്, എങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ആണെന്നുള്ളത് വെളിവാക്കുന്ന രീതിയിലായിരുന്നു ഡയറക്ടർ അതിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് തന്നെ. അത് കഴിഞ്ഞ് ഈവൻ കുഞ്ചാക്കോ ബോബനെ കൊണ്ട് ഈ ഒരു റോള് പറ്റും, അസാധ്യ പെർഫോമൻസ് ആണ് കുഞ്ചാക്കോ ബോബൻ ഇതില്. ശരിക്കും പറഞ്ഞാൽ എന്താ എല്ലാ ഭാവങ്ങളും, മറ്റേ വയലന്റ് ഭാവങ്ങള്, സെന്റി, നിസ്സഹായ അവസ്ഥ എല്ലാം കൂടി ചേർത്ത് ഗംഭീരാക്കിയൊരു ക്യാരക്ടറായിരുന്നു കുഞ്ചാക്കോവന്റെ. അതേപോലെ തന്നെ ശക്തമായ ഒരു ക്യാരക്ടറായിരുന്നു കുഞ്ചാക്കോവന്റെ വൈഫിന്റെ വേഷം ചെയ്ത പ്രിയാമണി. ബാക്കി എല്ലാവരും തങ്ങൾക്ക് കൊടുത്ത റോള് ഭംഗിയാക്കി. എസ്പെഷ്യലി അതിലത്തെ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്ത ആൾക്കാർ, പ്രത്യേകിച്ച് ആനന്ദം സിനിമയിലുള്ള കുപ്പി എന്ന് പറഞ്ഞ കഥാപാത്രം അഭിനയിച്ച ആ പുള്ളി, അങ്ങനെയൊക്കെ പെർഫോമൻസ് എന്താ ഇട്ടിവെട്ട് പെർഫോമൻസ് എന്നൊക്കെ പറയില്ല, അതുപോലെ എല്ലാവർക്കും കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണ്. ഈ ഫസ്റ്റ് ഹാഫ് നല്ല ഇതിൽ കഥ പറഞ്ഞ് നിഗൂഢതയിലൂടെ നല്ല അടിപൊളിയായിട്ട് ത്രില്ലടിപ്പിച്ച് പോയി. സെക്കൻഡ് ഹാഫ് അതിനേക്കാൾ ഗംഭീരമായിട്ട് അടിച്ചു പൊളിച്ച് ത്രില്ലിംഗ് ആയി ഭയങ്കര ഫാസ്റ്റിൽ പടം എവിടെയും സ്ലോ ഡൗൺ ചെയ്യാതെ മടുക്കാതെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ് ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടി. അതിനൊരു ക്ലൈമാക്സ് ഉണ്ട്. നമുക്ക് ആ ക്ലൈമാക്സ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കില്ല, പ്രെഡിക്റ്റബിളും അല്ല. അത്രയും മികച്ചൊരു ക്ലൈമാക്സും കൂടി ആകുമ്പോൾ ആ പടം ശരിക്കും ഒരു വൗ ഫാക്ടർ തരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗംഭീര സിനിമ, രേഖാചിത്രത്തിനെക്കാട്ടിലും ഒരു 10 മടങ്ങെങ്കിലും മുകളിൽ നിൽക്കുന്ന ഒരു ഗംഭീര സിനിമയായിട്ടാണ് ഇപ്രാവശ്യം കുഞ്ചാക്കോ ബോബനും ജിത്തു, അഷ്റഫും എല്ലാവരും വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. അടിപൊളി പടം.